ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. പ്രചേതാക്കളുടെ ശേഷം കഥ. പ്രചേതാക്കൾ ദീർഘകാലം സമുദ്രത്തിൽ മുഴുകിക്കിടന്നു രുദ്രഗീതം ജപിച്ചു. കരുണാനിധിയായ ഭഗവാൻ അവരുടെ മുന്നിൽ ആവിർഭവിച്ചു. പ്രചേതാക്കൾ ഭഗവാനെ സ്തുതിച്ചു. പ്രസന്നനായ ഭഗവാൻ അവരോട് അരുളി ചെയ്തു, നിങ്ങളുടെ അഭിലാഷം സഫലമാകും. നിങ്ങൾക്കുണ്ടാകുന്ന ദക്ഷനെന്ന പുത്രൻ ലോകപ്രസിദ്ധനാകും. കണ്ടു മഹർഷിയുടെ പുത്രിയെ നിങ്ങൾ വിവാഹം കഴിക്കണം. പ്രചേതാക്കളുടെ അപേക്ഷപ്രകാരം ഭഗവാൻ അവർക്ക് ഭാര്യാപുത്രാദികളിൽ ആസക്തി വർദ്ധിക്കാതെ ഭക്തിയുണ്ടാകാൻ വരം നൽകി അനുഗ്രഹിച്ചു. പ്രചേതാക്കൾ കടലിൽ നിന്ന് കരയ്ക്കു കയറി. ഭൂമിയാകെ വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതു കണ്ട് അവർ അഗ്നിയെയും വായുവിനെയും സൃഷ്ടിച്ചു. അഗ്നിബാധയിൽ ഒട്ടേറെ വൻമരങ്ങൾ ദഹിച്ചു ചാമ്പലായി ഭൂമി തെളിഞ്ഞു. ആ സമയത്ത് ബ്രഹ്മാവ് അവിടെ എത്തി പ്രചേതാക്കളെ സമാധാനിപ്പിച്ചു. പ്രംലോജയിൽ കണ്ടു മഹർഷിക്കുണ്ടായ പുത്രിയായ മാരിഷയെ മാതാവ് നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. ബ്രഹ്മാവിൻ്റെ നിയോഗമനുസരിച്ച് പ്രചേതാക്കൾ മാരിഷയെ വേട്ടു. ചാക്ഷുഷമെന്ന മന്വന്തരത്തിൽ അവൾ ദക്ഷനെന്ന പ്രജാപതിക്കു ജന്മം നൽകി. ദക്ഷനെ വിവാഹം കഴിപ്പിച്ച് പ്രജാസൃഷ്ടിയുടെ ചുമതല ഏൽപ്പിച്ചു. ലൗകിക ജീവിതത്തിൽ നിന്നു നിവൃത്തരായ അവർ കടൽക്കരയിലെത്തി ബ്രഹ്മസത്രം ആരംഭിച്ചു. യജ്ഞശാലയിൽ നാരദ മഹർഷി വന്നെത്തി. അദ്ദേഹം പ്രചേതാക്കൾക്കു ഭഗവൻ മാഹാത്മ്യവും ഭക്തിതത്വവും സാധനാമാർഗങ്ങളും ഉപദേശിച്ചു. നാരദൻ താൻ മറഞ്ഞാൻ പ്രചേതാക്കളും പാരാവാരെ മുഴുകിക്കിടന്നന്വഹം രുദ്രഗീത പ്രയോഗത്താൽ സ്തുതിച്ചു തദ്ഭക്തി കണ്ട 10,000 വത്സരാൽ പ്രത്യക്ഷനായ അഖിലേശ്വരനങ്ങവർക്കൊത്ത വരങ്ങളെല്ലാം കൊടുത്തിടിനാൻ. നിത്യമുഷക്കാലമപ്രചേതാക്കളെ സ്മൃത്വാ വസിപ്പവർ കത്തലൊഴിഞ്ഞുടൻ ലോകാനുകാരവും സൗഭാഗ്യവും വന്നു ലോകപ്രസിദ്ധരായി വന്നുകൂടും ദൃഢം. രുദ്രഗീതസ്തുതി ചെയ്വവർക്കും പുനരത്രൈവ തത്ഫലമെത്തുമാ സംശയം. പിന്നെയങ്ങപ്രചേതാക്കൾക്കു കീർത്തിയും ധന്യനാമേറ്റം പ്രസിദ്ധനാം പുത്രനും ചെമ്മേ ലഭിച്ചു സുഖമായി വരികെന്നു സമ്മോദപൂർവം വരം കൊടുത്തു പരം. കണ്ടു മഹാമുനി തന്നുടെ പുത്രിയെ ചെന്നുടൻ വേട്ടുകൊൾകെന്നു മരുൾ ചെയ്താൻ. തൻവിമണിയാം തരുണിയും പുത്രനും വന്നാലതിങ്കൽ ബന്ധം ഭവിയാതൊരു ഭക്തിയുണ്ടായി വരികെന്നനുഗ്രഹിച്ചഗ്രേ ഭഗവൻ മറഞ്ഞരുളിടിനാൻ. തത്ര ഭഗവത് സ്തുതി ചെയ്തു ഭക്തി പൂണ്ടുത്തമനാകും പ്രചേതാക്കളഞ്ജസാ തത്സമുദ്രാന്തരെ നിന്നു കരേറിനാർ. തത്സമയേന ഹുസ്താവരൗഘങ്ങളാൽ മൂടിക്കിടന്നൊരു ഭൂമിയെ കാൺകയാലൂടെ വളർന്ന കോപാലവർ തക്ഷണേ പാവകവായുക്കളെ സൃജിച്ചാശു തൽസ്ഥാവരൗഘം ദഹിക്കത്തുടങ്ങും വിധൗ. കേവലം ബ്രഹ്മാവെഴുന്നെള്ളി നിന്നവർ കാവിരാനന്ദം വളർത്തരുളി ചെയ്തു. രോഷമടക്കിയ പോതഹോ വെന്തുടൻ ശേഷിച്ചു നിന്നുള്ള പാദപജാലങ്ങൾ. കണ്ടുവിൻ പോക്കേന്നു പ്രംളോചയിൽ ജനിച്ചന്നവളാൽ കളയപ്പെട്ടുളവായ മാരിഷയാകിയ കന്യക തന്നെയും സാരസ സംഭവൻ തൻ നിയോഗത്തിനാൽ
വേട്ടവൾ ചാക്ഷുഷമായ മന്വന്തരെ വാട്ടമൊഴിഞ്ഞെഴും സൃഷ്ടവതാകിയ ദക്ഷനെയും ജനിപ്പിച്ചവൻ തന്നെ ശിക്ഷോചിതോപനയനാദി സർവവും തത്ക്രിയാമാർഗക്രമങ്ങളെ ചെയ്തുടൻ തദ്ഗൃഹസ്ഥാശ്രമം സാധിച്ചവർകളും പിന്നെ പ്രജാസർഗത്തിങ്കല ദക്ഷനെ തന്നെ നിയോഗിച്ചു തങ്ങൾ നിവൃത്തരായി പോയി പടിഞ്ഞാറേ സമുദ്രതീരം പൂക്കുവായ്പെഴും ബ്രഹ്മസത്രത്തെ ദീക്ഷിച്ചവൻ ബ്രഹ്മത്തെയും വിവേകിച്ചിരിക്കും വിധൗ നിർമ്മലനാകിയ നാരദ മാമുനി തത്സഭാമധ്യം പ്രവേശിച്ചിതം മുനി സത്തമനെ കണ്ടു വന്ദിച്ചു പൂജിച്ചു ഭക്ത്യാ പരബ്രഹ്മ തത്വം വിചാരിപ്പാൻ അക്കാലമാഹന്ത നാരദ മാമുനി തത്വജ്ഞാനത്തെയും തത്സാധനമായ ഭക്തിമാർഗത്തെയും അങ്ങദീനാശ്രയ കർത്ത ഭഗവൻ മാഹാത്മ്യ വിശേഷവും അർത്ഥപ്രകരണമാം കഥാസംഗവും ആത്മജ്ഞാനാർത്ഥ തത്വോപദേശത്തെയും തീർത്തരുൾ ചെയ്തുപദേശിച്ചരുളിനാൻ. വാസ്തവമേവം വിദൂര മൈത്രേയ സംവാദ പ്രവാദങ്ങളെ ചതുർത്ഥത്തിനാൽ പാരം ചുരുക്കമായൊട്ടൊട്ടു ചൊല്ലിയങ്ങാരൂഢമോദമടങ്ങി കിളിപ്പൈതൽ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.